ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന്. നമ്മുടെ ഹോം ടൂറാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീടൊന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് തറവാട്. ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പം നമ്മളിവിടെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ 2 വണ്ടിയുണ്ട്. ഇത് ഹിബൻ്റെ വണ്ടിയാണ്. പിന്നെ ഇവിടെ അമ്മേൻ്റെ കുറച്ച് പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഹാളിലേക്കാണ്. ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ, ടീപ്പോയി ആസ് യൂഷ്വൽ. പിന്നെ നമ്മുടെ പൂജാമുറി. പിന്നെ നമ്മളിവിടെ ഒരു എക്വേറിയം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് വെളുക്കും കാര്യങ്ങളെല്ലാം വയ്ക്കാറ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഡൈനിങ് ടേബിളും ടിവിയും. പിന്നെ ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. പിന്നെ ഇത് എൻ്റെ പ്രൈസും കാര്യങ്ങളും അങ്ങനെയെല്ലാം വെച്ചൊരു ഷെൽഫ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ 4 പേരും കൂടെ ഉള്ളൊരു ഫാമിലി ഫോട്ടോ ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിനും മിററും. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും റൂമാണിത്. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ വരെ 2 പേരുടെയും ഓരോ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ആളെയും ഫോട്ടോ പ്രത്യേകം കാണിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം, ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ. അങ്ങനെ നമുക്കിനി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കിച്ചൺ കാണാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ക്യാമറയിൽ വേറൊരു ഷെയ്ഡായിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണത്. ഇതാണപ്പം നമ്മുടെ കിച്ചൺ. ഇവിടെ ഒരു റാക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെയാണുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലാണ് എൻ്റെ ആദ്യൻ്റെ റൂം. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണാം. സ്റ്റെയർ കേസിൽ മൊത്തവും അമ്മ അങ്ങനെ ബബിൾസ് ഒരു കുഞ്ഞ് ജാറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മേലേക്ക് പോകുമ്പം ഇവിടെ ഒരു ദിവാങ്കോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു ഫാമിലി ഫോട്ടോസ് എല്ലാം കൂടെ ഉള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, ഫ്രെയിം വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആദിൻ്റെ റൂമിൽ പോവാം. അപ്പം ഇതാണ് ആദിൻ്റെ റൂം. അവൻ്റെ സ്റ്റഡി ടേബിൾ. പഠിക്കലൊന്നും ഇവിടെ നിന്നല്ലെങ്കിലും സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട്. ഇത് പിന്നെ ഓൻ്റെയും 2-3 ഫോട്ടോസ് ഇവിടെ റൂമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂം. ഇനി എൻ്റെ റൂം കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ റൂം. ഇവിടെ എല്ലാ റൂമിനേക്കാളും ഫോട്ടോ ഫ്രെയിംസ് എല്ലാം എൻ്റെ റൂമിൽ കൂടുതലാണ്. ഇവിടെ ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. ബെഡ്. പിന്നെ ഇതാ അവിടെ എൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ നമ്മുടെ അലമാര. പിന്നെ ഇത് എനിക്കൊരു ക്രാഫ്റ്റ് പേജ് ഉണ്ട്. അങ്ങനെ ഫ്രെയിംസ് ഹാമ്പേഴ്സൊക്കെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഈ ഒരു ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു 2-3 ഫോട്ടോസും കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിള്. പിന്നെ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി. ഇനി ഞാൻ അപ്പം ഇതാണ് എൻ്റെ റൂം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മളങ്ങോട്ട് ഹോളല്ല, ബാൽക്കണി. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഒരു ചെറിയ ബാൽക്കണിയാണ്.
രാവിലെ നേരത്തെ രാവിലെയും പിന്നെ വൈകുന്നേരവും ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഉച്ചയ്ക്കൊക്കെ പിന്നെ നല്ല വെയിലുണ്ടാവും. അപ്പം അതാണ് തറവാട്, അതാണ് ഉമ്മേൻ്റെ വീട്. അപ്പം ഇനി നമുക്ക് ഓപ്പൺ ടെറസും കൂടെ കാണാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പഴയ അലമാര വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അലക്കിയ ഡ്രസ്സെല്ലാം ആറിടുന്ന സ്ഥലം. പിന്നെ അവിടെ നമ്മുടെ വാഷിംഗ് മെഷീനും എല്ലാം വെച്ച റൂം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴുള്ള ഹോളിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഇതാണ്. അപ്പം നമ്മുടെ ലിവിങ് ഹാളും ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയും കൂടെ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നമ്മളെ വീട് ഫുള്ള് കണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ വീടിൻ്റെ പേര് ഇതാണ്, ലവ് ഷോർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കൊരു ക്രാഫ്റ്റ് പേജ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫ്രെയിംസും ഹാമ്പേഴ്സും ഗിഫ്റ്റോ അങ്ങനെയൊക്കെ വേണ്ടവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം. അൺടിൽ ദെൻ ബൈ.